ഹലോ. അപ്പോൾ ഒരു ചോക്ലേറ്റ് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റും ചെയ്യണം കേട്ടോ. ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കടായി എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു പിഞ്ച് സോൾട്ട്, പിന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 4 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് പഞ്ചസാരയാണ്. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല, അതെന്തായാലും മറക്കാതെ തന്നെ ഇടണം കേട്ടോ. ഇനി ഇത് കട്ടയില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഈ പുഡിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഡയറി മിൽക്ക്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 100 രൂപേൻ്റെ ഫാമിലി പാക്കാണ്. അതിൽ നിന്ന് ഒരു 6 പീസ് നമുക്ക് പുഡിങ്ങിലേക്കും ബാക്കി ചോക്ലേറ്റ് ഗനാഷിലേക്കാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഈ പാലിൻ്റെ മിശ്രിതം നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് നന്നായി കുറുക്കിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്ത് വരുമ്പോഴത്തേക്കും അത് കുറുക്കി വരും. ആ സമയമാകുമ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച 6 പീസ് ഡയറി മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ നിന്നിങ്ങനെ തിള വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ സമയം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. തിള വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇങ്ങനെ തിള വരുന്നത്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഏകദേശം ഇത് ക്രീമി ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ അടുത്ത ലെയറായിട്ടുള്ള ഗനാഷ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചോക്ലേറ്റിനെ മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. വെള്ളം നന്നായി തിളച്ച് വരുമ്പം തീ കുറച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഇറക്കി വെക്കാം. ഒരു 10 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ ഇത് പതുക്കെ മെൽറ്റായി തുടങ്ങും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് തന്നെ മെൽറ്റ് ആക്കണ്ട. ഒരുവിധം മെൽറ്റായി വരുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കുക. താനെ അത് മെൽറ്റായിക്കോളും. ഓൾറെഡി ബൗളിന് ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ ആ ചൂടിലിരുന്ന് ബാക്കി മെൽറ്റായിക്കോളും കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഇവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ ചൂട് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇങ്ങനെ പാലൊഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞതായിട്ടൊക്കെ തോന്നും, പക്ഷെ ഒന്നും കുഴപ്പമില്ല. അവസാനം ആകുമ്പോഴത്തേക്ക് അത് നന്നായി മെൽറ്റായിക്കോളും. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. അത് പൊടിച്ചിട്ടോ അല്ലാതെയോ ആഡ് ചെയ്യാം. എന്തായാലും അത് നന്നായി മെൽറ്റായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗനാഷൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഇത് ബൗളിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഒരു ചോക്ലേറ്റ് കേക്കാണ് ലെയർ ചെയ്യാൻ പോകുന്നത്. ചോക്ലേറ്റ് കേക്ക് വീട്ടിലുണ്ടാക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഏതെങ്കിലും ചോക്ലേറ്റ് കേക്ക് എടുത്താൽ മതി. നിങ്ങൾ എടുക്കുന്ന ഏത് ബൗളാണോ പാത്രമാണോ അതിൻ്റെ ഒരു 1/4 ഭാഗം തിക്നെസ്സിൽ കേക്ക് നന്നായി പൊടിച്ച് ലെയർ ചെയ്യണം കേട്ടോ. അടുത്ത ലെയർ നമ്മുടെ പുഡിംഗ് ആണ്. അത് ചൂടാറിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗനാഷ് അതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് തണുപ്പിക്കാം. ഈ ഐസ്ക്രീം പോലെയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിലും, അല്ലാതെ കുറച്ച് ക്രീമി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും വെച്ച് തണുപ്പിക്കാം. ഒരു 2 മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ. പിന്നെ ഒരു ഓവർനൈറ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഇനി നമ്മുടെ അവസാനത്തെ ലെയറാണ് കൊക്കോ പൗഡർ. അതൊരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ. ശരിക്കും ഇങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകും, അങ്ങനത്തെ അത്ര അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.